ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ മണത്തക്കാളി വിത്ത് കൊണ്ട് ഒരു അച്ചാർ എങ്ങനെ ഇടാൻ നോക്കാം. നമ്മളെ വീട്ടിൽ ഒരു മൂട് നിന്നതാണ്. അതിൻ്റെ കീര എടുത്ത് ഞാൻ എൻ്റെ മക്കൾക്ക് കീരയെ വിഴുക്കുരട്ടി മക്കൾക്ക് സ്കൂളിൽ കൊടുത്തിട്ടിട്ടുണ്ട്. അതിൻ്റെ വിത്തിനെ ഞാനെടുത്ത് റെഡിയാക്കി വെച്ച് അത് അച്ചാറിടാം. നമുക്ക് ഇതിനെന്തൊക്കെ ആവശ്യമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ വിത്തിനെ നല്ലവണ്ണം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ഒരു 10-20 പല്ല് വെളുത്തുള്ളി എടുത്ത് അതിനെയും ചെറുതായി കട്ട് ചെയ്തെടുത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. കരിയേപ്പില ഒന്ന് വലിയ ഇലയായതുകൊണ്ട് അതിനെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ ഇഞ്ചി ഒന്ന് ഇതിലിടാം. കരിയേപ്പില നമുക്കിതിൻ്റെ കൂടെ കരിയേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി നമുക്കിട്ട് നല്ലവണ്ണം ഒന്ന് വതക്കിയെടുക്കാം. നമുക്ക് ഇതിൻ്റെ കൂടെ പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ സ്റ്റേജിൽ നമുക്ക് ഈ തക്കാളി ഒന്ന് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇതിനുള്ള മസാലകൾ ഞാൻ ഒരു സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു ശകലം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അടുത്ത് ഒരു നെല്ലിക്ക വീതം പുളിയെടുത്ത് അതിനെ ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. ആ പുളിവെള്ളം, അത് കഴിഞ്ഞിട്ട് കായം, ഇത്തിരി കായപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കണം. കായവും ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലവണ്ണം ഈ സ്റ്റേജിൽ കണ്ട നല്ലവണ്ണം ചെവന്നൊടുക്കിയിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് ഈ പുളിവെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കും. ഇതിൻ്റെ മുകളിൽ ഇത് വെന്ത് കഴിഞ്ഞാൽ പൊട്ടാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ദേഹത്ത് തെറിക്കും. അതുകൊണ്ട് നമുക്കിതിൽ പുളിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ കരടൊന്ന് നമുക്ക് മാറ്റിക്കളയാം. ഇതിൻ്റെ അകത്ത് ഈ കായപ്പൊടിയൊന്ന് നമുക്കിട്ട് കൊടുക്കാം. ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ പരലുപ്പാണ് ഇട്ട് കൊടുത്തത്. ഈ സ്റ്റേജിൽ നല്ലൊരു മണം ഇതിൽ നിന്ന് വരുന്നുണ്ട്. ഇതിൽ നമുക്കൊന്ന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി മഞ്ഞൾപ്പൊടിയും നമ്മളിട്ട് കൊടുത്ത് ഒന്ന് നല്ലവണ്ണം ചാലിച്ച് കൊടുക്കാം. ഇതിൽ ഒരു ശകലം നമുക്ക് വെന്തയപ്പൊടി ഒന്ന്, അതായത് ഉലുവാപ്പൊടി, വെന്തയം പറയും നമ്മൾ, ഉലുവാപ്പൊടി എന്നിട്ട് കൊടുക്കാം. വെന്തയപ്പൊടിയും കൂടെ ഇട്ടപ്പോൾ നല്ലൊരു മണം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സൂപ്പറായ നമുക്കൊരു മണത്തക്കാളി വിത്ത് അച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കൊന്ന് അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സ്റ്റേജിൽ നല്ലവണ്ണം കണ്ട അച്ചാറൊന്ന് നല്ലതായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ ഒരിക്കൽ നിങ്ങൾക്ക് മണത്തക്കാളി വിത്ത് കിട്ടിയാൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമേ. ഒന്ന് കൂട്ടാവാൻ മറക്കണ്ട. താങ്ക് യു.